മാത്യുവിൻ്റെ ഗോസ്പലിൻ്റെ ഒരു പ്രത്യേകത എന്തറിയോ? മാത്യു ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ എന്നുള്ള പറയുന്ന ആളാണ്. മാത്യുവിൻ്റെ 27, 51 മുതൽ 53 വരെയുള്ള വരികൾ ലോകപ്രസിദ്ധമാണ്. ഈ മൂന്ന് സുവിശേഷകരും പറയാത്തൊരു കാര്യം, യേശുവിനെ കുരിശിലേറ്റുന്ന സമയം, യേശു കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയം എന്താണ് ഈ ലോകത്ത് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ആദ്യത്തെ 4 പേരിൽ ആരും തന്നെ മാത്യു പറയുന്നതെന്നുള്ള കാര്യം പറയുന്നില്ല. മാത്യു എന്താ പറയുന്നത് അറിയോ? At that moment, the curtain of the temple was torn in two from top to bottom. യേശുവിനെ കൊന്നപ്പോഴത്തേക്ക് സാധാരണ നമ്മളിലെ ചിറകടിച്ചിങ്ങനെ പോകുന്നതൊക്കെ ആയിരിക്കും കാര്യം. അതല്ല ഇത്. ഈ ദേവാലയത്തിലെ തിരശ്ശീല 2ആയി പിളർന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ ഷേക്സ്പിയറിനേക്കാൾ വലിയ ആളാണ് മാത്യു എന്ന് പറയാൻ കാര്യമാണ്. At the moment the curtain of the temple was torn into two from the top to bottom, the earth shook. ഭൂമി കുലുക്കം. യേശു മരിക്കുകയാണ്. The rock splits. പാറ പൊട്ടുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഈ ആദ്യം സുവിശേഷം എഴുതിയവരോ കത്തുകൾ എഴുതിയവരോ പിന്നെ ഇവരാരും ഇത് കണ്ടിട്ടില്ല. കാണാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ? ഭൂമി കുലുക്കം, പാറ പൊട്ടുക, തിരശ്ശീല 2ആയിട്ട് പിളരുക. പിന്നെന്താ സംഭവിച്ചത്? And the graves were opened. ശവക്കല്ലറകൾ ഇങ്ങനെ തുറന്നു തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു? And many bodies of the saints who had fallen asleep was raised. പ്രവാചകന്മാരെയൊക്കെ കുഴിച്ചിട്ടിരുന്നല്ലോ, അവരെല്ലാം എഴുന്നേറ്റു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒരു സൈബോർഗ് പോലെ ആലപ്പുഴ നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആലപ്പുഴ അല്ലേ പോട്ടെ, തിരുവനന്തപുരം വേറെ ആരും ഇത് കണ്ടില്ല കേട്ടോ. അണ്ണൻ ഇതെല്ലാം കൃത്യമായി കണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ച്. അടുത്ത വരി, and coming out of the graves after his resurrection they were into the holy city and appeared to many. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം മാത്രം കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അദ്ദേഹത്തിന് മാത്രമേ കണ്ടുള്ളൂ. അദ്ദേഹം പറയുന്നതാണ് they appeared to many people. വേറെ ആരും കണ്ടില്ല. മാർക്ക് കണ്ടില്ല, മാർക്ക് ഒട്ടും കണ്ടില്ല, മാർക്കോസ് മിക്കായലല്ലോ, ലൂക്ക് കണ്ടില്ല, ഇവരാരും കണ്ടില്ല. ഇദ്ദേഹം ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു കാൽപ്പനിക സാഹിത്യമാണ്. ഈ കാൽപ്പനിക സാഹിത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീസസിനെ വിലയിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി വരുന്ന കാര്യങ്ങൾ. അല്ലാതെ ജീസസ് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു എന്നല്ല. ഇവർ ജീസസിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ജീസസ് എത്ര നല്ല ഒരു മതപ്രബോധകനായിരുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം ജീസസിനെ ഒരു മോഡലായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു വഴിയായിട്ട്, ഒരു മാർഗമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഈ പറയുന്ന കാര്യങ്ങൾ ജീസസിൻ്റെ യഥാർത്ഥ പ്രബോധനങ്ങളുമായി, അതായത് ഈ ആളുകൾ എഴുതി വെച്ച സാധനങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ജീസസിൻ്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അങ്ങനെ വരേണ്ടതുണ്ട്.